ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും മഴയായിട്ട് പള്ളിയിൽ മഴക്കാരെല്ലാം ഉറങ്ങാൻ വന്നു ഇപ്പോൾ വെച്ചിട്ട്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മരണത്തെ പറ്റിയാണ് അല്ലേ. മരണത്തിന് പല കാര്യങ്ങളുണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസപ്രകാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും ജീവിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഇതിനെപ്പറ്റി സയൻസ് എന്ത് പറയുന്നുണ്ട്, മരണത്തെപ്പറ്റി സയൻസ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. കാരണം സയൻസ് പറഞ്ഞാൽ അവർ കണ്ടാൽ പറയുന്നത്. പിന്നെ മാത്രമല്ല അവരെ നിഗമനങ്ങൾ പിന്നെയും മാറിപ്പോകും. അവർ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ അതാണെന്ന് പറയും. ശരി. അപ്പോൾ മറ്റങ്ങനെ നമ്മുടെ വിശ്വാസപ്രകാരങ്ങൾ അങ്ങനെ എന്നും നിലനിൽക്കും. നമ്മുടെ വിശ്വാസം എന്താണോ മരണത്തെപ്പറ്റിയുള്ളത് അത് നിലനിൽക്കും. സയൻസിൻ്റെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം ഈ മരണത്തെ എല്ലാവർക്കും ഭയമാണ് അല്ലേ. മരണത്തെ ഭയപ്പെടാത്ത ആരുമില്ല. അപ്പം മാത്രമല്ല എല്ലാ ജീവികളും മരണത്തെ ഭയപ്പെടുന്നു. അപ്പോൾ ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മരണത്തെ ഭയപ്പെടാനുള്ളത് നമുക്ക് അൺനോൺ ടെറിട്ടറിയിലേക്ക് പോകാനുള്ള ഒരു പേടി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇത് നമ്മളിൽ ഉണ്ടാക്കിയതാണ്. അതായത് എല്ലാ ജീവികൾക്കും അതിൻ്റെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ ഭയം എന്ന് പറഞ്ഞാൽ, മരണത്തെ ഭയം എന്ന് പറഞ്ഞാൽ. മരണത്തെ ഭയം ഇല്ലാത്ത പ്രശ്നമാണ്, അവർ ജീവിക്കില്ല. അപ്പം മനുഷ്യർക്ക് മരണത്തെ ഭയം ഇല്ലാക്കിയാൽ പിന്നെ അവർ സർവൈവ് ചെയ്യില്ല, അവർ അവസാനിച്ച് പോകും പെട്ടെന്ന്. എല്ലാ സ്പെഷീസും അവർക്ക് മരണത്തെ ഭയം ഉണ്ടായത് കൊണ്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത്. അല്ലെ സർവൈവ് ചെയ്യില്ല, അവർ ആ സ്പെഷീസ് ഇല്ലാതെ പോകും. ഇതല്ലേ അങ്ങനെ ഓരോരുത്തർ ചാടി ഇങ്ങോട്ട് ചാടി മരിച്ച് അങ്ങനെ മരിച്ച്, കാരണം മരണത്തെ ഭയമില്ലല്ലോ. അപ്പോൾ അതിനോട് മരണത്തെ എല്ലാവർക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം മരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേടിയാണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ എന്താവുമെന്ന് ആർക്കും അറിയില്ല. അതാണ് എൻ്റെ ഇത്. ഏതായാലും ആ ഭയം നമ്മളിൽ ഉണ്ടാക്കിയതാണ്. നമ്മളെ ഇതിൻ്റെ ബോഡിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ഭയം നമ്മളിലും എല്ലാ ജീവികളിലും അതുണ്ടാക്കിയ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അവർ സർവൈവ് ചെയ്ത് പോകുന്നുണ്ടാണ്. ഓക്കെ. അപ്പം മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുള്ളത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നുള്ള വിശ്വാസപ്രകാരം നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ സയൻസ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതെന്താ പറഞ്ഞതും കൂടി നമുക്ക് നോക്കാം. ഇപ്പം ലേറ്റസ്റ്റ് പിന്നെ ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലേറ്റസ്റ്റ് നിഗമനം എന്താ വെച്ചാൽ, മരണം എന്ന് പറഞ്ഞാൽ ഒരു ഇല്യൂഷനാണ്. അതുകൊണ്ട് മരണം എല്ലാം അതൊരു സംഭവം മാത്രം, അതിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. കാരണം ഈ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭൂമിയായിട്ട് ഇൻ്റർഫേസ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ബോഡിയാണ് അല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ബോഡി വേണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കാണണം, കേൾക്കണം, അതൊക്കെ. ഇപ്പോൾ ഇതേ സമയത്ത് നമ്മൾ ഭൂമിൻ്റെ പുറത്ത് പോലെ സ്പേസ് പോലെ ഈ ബോഡി കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ബോഡി ഒരു വിധത്തിൽ നമുക്ക് ഉപയോഗപ്പെടില്ല. കാരണം നമ്മൾ സ്പേസിൽ പോയിട്ട് നമ്മളിത് സംസാരിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വെച്ചാൽ അതിൽ ശബ്ദതരംഗങ്ങൾ സഞ്ചരിക്കണം. അതായത് ശബ്ദതരംഗങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പുറത്തുള്ളവർ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ ശബ്ദതരംഗങ്ങൾ വായിൽ കൂടി സഞ്ചരിച്ചിട്ട് നമ്മളെ ചെവിയിലെത്തുമ്പോൾ നമുക്ക് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ അത് പിന്നെ ഭൂമിൻ്റെ പുറത്തായതുകൊണ്ട് ഒരു പ്രയോജനം അവിടെ കേൾക്കില്ല. ഇപ്പോൾ സ്പേസ് പോയാൽ നമ്മൾ എത്ര ശബ്ദത്തിൽ സംസാരിച്ചാലും കേൾക്കില്ല. കാരണം ശബ്ദം സഞ്ചരിക്കാനുള്ള വഴിയില്ല, ശബ്ദത്തിന് സഞ്ചരിക്കാനുള്ള അന്തരീക്ഷം അവിടെ ഇല്ല. മനസ്സിലായില്ലേ. അപ്പം അത് ശബ്ദം കൊണ്ട് പ്രയോജനമില്ല, നമ്മൾ സംസാരം കൊണ്ട് പ്രയോജനമില്ല. പിന്നെ കാഴ്ച കാരണം എന്താണ്, നമ്മളൊരു പ്രകാശം നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് വീണിട്ട് അത് നമ്മളെ റെറ്റിലേക്ക് പതിച്ചിട്ട് ആ റെറ്റിനെ ബ്രെയിനിൽ പോയി അത് അനലൈസ് ചെയ്തിട്ടാണ് കാഴ്ച ഉണ്ടാകുന്നത് അല്ലേ. അതൊരു സിമ്പിൾ ടെക്നോളജി, ക്യാമറക്കമായിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പോൾ അതും പുറത്ത്, കാരണം സ്പേസിന് അനന്തമായി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്പേസിൽ പോയി നിന്നാൽ ചുറ്റുപാടൊന്നും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് എംറ്റിയാണ്. മനസ്സിലായില്ലേ. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ബോഡി സ്പേസിൻ്റെ ഈ ഭൂമിയിൽ നിന്ന് പുറത്തു പോയാൽ ബോഡി കൊണ്ട് ഒരു പ്രയോജനമില്ല, ബോഡി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മൾ ബോഡി കൊണ്ടുപോകില്ല. പക്ഷേ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ആത്മാവ്, നമ്മളെ ജീവൻ നമ്മളിന്ന് വിട്ടു പോകുമ്പോൾ അവരെന്തൊക്കെ കൊണ്ടുപോകാം നമ്മൾ ബോഡിയിൽ നിന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ബോഡിയിലുള്ള ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നമ്മളെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മളെ ചിന്തകളാണ്, നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളെ പേഴ്സണാലിറ്റി. നമ്മളെ എക്സ്പീരിയൻസുകൾ, നമ്മളെ പഠിപ്പ്, നമ്മളെ അറിവ്, നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളെ പേഴ്സണാലിറ്റി അറിയുന്നത്, അതിനാണ് നമ്മൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മരിച്ചു പോകുമ്പോൾ ആ പേഴ്സണാലിറ്റി നിലനിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ സയൻസ് പറഞ്ഞാൽ പേഴ്സണാലിറ്റി നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ 3 സെക്ഷൻ ഉണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിൻ്റെ പരിധിപ്പെടും. രണ്ടാമത്തെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞാൽ ആ മൈൻഡ് നമ്മളറിയാതെ പലതും നമ്മളെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ണിന് നേരെ സാധനം വന്നാൽ ഓട്ടോമാറ്റിക് കൈ ഇങ്ങനെ നമ്മൾ പൊന്തിക്കും അല്ലേ.
അത് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഇമ വെട്ടൽ, ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന. ആ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് കാര്യങ്ങൾ ഈ ബോഡിയിൽ ഒരുപാട് ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള മെഷീനാണ് നമ്മുടെ ബോഡി എന്നാൽ. അപ്പോൾ അതിൽ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പറയാനും സംസാരിക്കാനും ഇതിനൊക്കെ കോൺഷ്യസ് മൈൻഡ് നോക്കുന്നു. പിന്നെ മൂന്നാമത്തെ മൈൻഡ് ഉണ്ട്, അത് നമ്മൾ ബോഡിയായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഇതാണ്. അതിൽ ഈ നമ്മളെ മനസ്സിലുള്ള കംപ്ലീറ്റ് കോപ്പി അതിലുണ്ടാവുമെന്ന് പറഞ്ഞത് മൂന്നാമത്തേത്. മൂന്ന് സെക്ഷനാണ്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, പിന്നെ ഇതിലൊന്നും പെടാത്ത നമ്മൾ ബോഡീൻ്റെ പുറത്തുള്ള ഒരു മൈൻഡ്. ഇത് മൂന്നുണ്ട്. അപ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ആത്മാവിൻ്റെ കൂടെ ആ മൈൻഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അതായത് നമ്മളെല്ലാ ഇതിൻ്റെ കോപ്പി കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ പേഴ്സണാലിറ്റി. പക്ഷേ പേഴ്സണാലിറ്റിക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഒരാളെ പേഴ്സണാലിറ്റി പറഞ്ഞാൽ അയാളെ മൈൻഡ് മാത്രമല്ല, അയാളെ ബോഡിയും കൂടി കൂടിയാണ്. മനസ്സിലല്ലേ? ബോഡി ഇല്ലാത്ത പേഴ്സണാലിറ്റി ഉണ്ടാകും. അത് ബോഡി നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാളെ പേഴ്സണാലിറ്റി നോക്കുമ്പോൾ അയാൾ നടക്കുന്ന രൂപം, അയാൾ ഇരിക്കുന്ന രൂപം, അയാൾ സംസാരിക്കുന്ന രൂപം, പിന്നെ അയാളെ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ നോക്കൂലേ. അപ്പോൾ ഇതൊന്നും അതിലുണ്ടാവില്ല. കാരണം ആ പോർഷനിൽ വെറും നമ്മുടെ ചിന്തകൾ മാത്രം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മുടെ അറിവ്, ഇതൊക്കെ അതിലുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിഗമനം. അതൊക്കെ ഒന്നും ഫൈനലല്ല, അത് സയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സ് അതിൻ്റെ കൂടെ പോകും. ഒരു മനസ്സിലൊരു ഭാഗം കോപ്പി അതിൽ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മളെ ബോഡി അങ്ങനെ തന്നെ. കാരണം ബോഡി വന്നത് ഭൂമിയിൽ നിന്നാണ് അല്ലേ? നമ്മൾ ഭൂമിയിൽ നിന്ന് പിന്നെ ഉണ്ടായ ഒന്നാണ്. ഇത് ഇവിടേക്ക് വേണ്ടി മാത്രമല്ല, ഇവിടുന്ന് പുറത്ത് പോയാൽ ഇതിന് ഒരു പ്രയോജനമില്ല. ഈ ബോഡിയും കയ്യും കാലും ഒക്കെ ഒരു സ്പേസിൽ നടക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്പേസിൽ പോയി വന്ന ആളുണ്ട് സുനിത വില്യംസ്, പോയിട്ട് വന്ന് കുറേ കാലം 5-6 മാസം വന്നിട്ട് അവൾ ഇപ്പോഴും കിടപ്പില്ല. അവൾക്ക് നടക്കാൻ വയ്യപ്പോഴും. അപ്പോൾ അവളിപ്പോൾ ചികിത്സയിലാണ്. നടക്കാൻ കഴിയില്ല. സ്പേസിൽ നിന്ന് പോയി വന്ന ആളുകൾക്ക് നടക്കാൻ കഴിയില്ല. കാരണം കുറേ കാലം അവർ ഇങ്ങനെ പറക്കല്ലേ, അവർക്ക് നടക്കുന്ന പരിപാടിയല്ലോ. അപ്പോൾ അതാണ് കുറേ വ്യായാമം ചെയ്താലും അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അവർ കുറേ കാലം ചികിത്സയിലായിരിക്കും. അങ്ങനെയാണ് അവർ പിന്നെ റിക്കവറി വരിക. അപ്പം നമുക്ക് പിന്നെ നമ്മൾ മരിച്ചു പോകുമ്പം ഒന്നാമതായിട്ട് നമ്മൾ ബോഡി റിട്ടേൺ പോവും. പിന്നെ രണ്ടാമത് ആ ബോഡി പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളെ മനസ്സിൻ്റെ ഒരു കോപ്പി നമ്മളെ അതിൽ ഇപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റിൻ്റെ കോപ്പി അതിൻ്റെ കൂടെ പോകുന്നു പറഞ്ഞ് നമ്മളെ ഇതിൻ്റെ കൂടെ ജീവൻ്റെ കൂടെ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഓർമ്മകളും ഇതെല്ലാം നിലനിൽക്കുന്നുള്ളതാണ് ഒരു വിശ്വാസം. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളെ മെമ്മറി പറഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവരിങ്ങനെ പറയുന്നു അതിന് വേറെ കോപ്പി ഉണ്ടാവും, ആ കോപ്പി അതിൻ്റെ കൂടെ പോകുന്ന പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പം മരിച്ചാൽ എല്ലാം അവസാനിക്കുന്നില്ല, പിന്നെയും നമ്മൾ ജീവിക്കുന്നതാണ്. നമ്മളിപ്പോൾ ബോഡിയാണ് പോയാലും അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ പിന്നെ മരണം എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്. പിന്നെ അത് വെച്ചിട്ട് ആർക്കും മരണത്തെ മരണത്തെ ഭയപ്പെടണം, അപ്പോഴേ നമ്മൾ സർവൈവ് ചെയ്യുള്ളൂ. എന്നാലും മരണത്തെ ഭയപ്പെടുന്നതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കണം, ഇത് കഴിഞ്ഞാലും നമ്മൾ ജീവിക്കും, നമ്മളൊരിക്കലും ഇത് അവസാനം. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ബോഡിയിൽ ആറ്റംസും മറ്റൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് അല്ല, നമ്മൾ പുതിയ സാധനം പുറത്തുനിന്ന് കൊടുക്കുന്നതല്ല. ശരി, അങ്ങനെ. പക്ഷേ നമ്മൾ ജീവൻ പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഈ പ്രക്രിയ നമ്മൾ ജീവിച്ച് കഴിഞ്ഞാലും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ജീവൻ്റെ കൂടെ നമ്മൾ പേഴ്സണാലിറ്റി പോകും. കാരണം നമുക്ക് പഠിച്ച പറഞ്ഞ മാതിരി നമുക്ക് പരലോകത്ത് എത്തിയിട്ട് അവിടെ വിചാരണയൊക്കെ നേരിടേണ്ടിയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി വേണ്ടേ, നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്ത് നമുക്ക് അറിയില്ലേ, നമുക്ക് വിചാരണ ഇടാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് സയൻസ് ഏകദേശം അതിനോടൊരു താതാത്മ്യം പുലർത്തുന്ന മാതിരിയാണ് ഇപ്പോൾ തോന്നുന്നത്. വേറൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.